ഹലോ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഈ ചെടി കൊടുക്കാനുള്ളതാണ്. ഇത് പിന്നെ ബാൻഡ എന്ന് പറഞ്ഞ ചെടിയാണ് കേട്ടോ. അത് നല്ല വിലയുള്ള ചെടിയാണ്. അതായത് തന്നെ പറയാം, വില കുറവിലൊന്നും തരൂല. ഞാനൊരു 3-4 വർഷമായിരിക്കും കൊടന്ന് വെച്ചിട്ട്. ഈ പൂക്കളോട് കൂടിയ ചെടി പൂവിടുന്നത് വേറൊന്നും കൂടി ഉണ്ട്. അത് വേണമെങ്കിൽ എടുക്കുക. ഇതിൻ്റെ വാട്സപ്പിലൊന്ന് ചോദിച്ചാൽ മതിട്ടാ. നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കൊടുക്കാനുള്ള ചെടികളല്ല. ഇതൊക്കെ മഴ കൊണ്ട് നനഞ്ഞ് കുളിച്ചിരിക്കുകയാണ്. അന്ന് മഴ കൊള്ളാത്തോടത്തേക്ക് എടുത്ത് വയ്ക്കാനെന്നുള്ള സ്ഥലമില്ല നമുക്ക്. ബിഗോണിയകൾ ഇതൊന്നുമില്ല. ഇതിൻ്റെ മദർ പ്ലാന്റാണ്. അങ്ങനത്തെ പിന്നെന്താണ്, അപ്പം ഇതിലത്തെ ചെടികളൊന്നും ചോദിക്കരുത്. ഞാൻ ചെടികളെല്ലാം ഇതിലിട്ടിട്ടുണ്ട് സെയിലിനുള്ളത്. അത് ആ ചെടികളെല്ലാം സെയിലിനുണ്ട്. പിന്നെന്താ, എന്തായാലും മഴ കൊണ്ടാകും. മഴ നല്ല മഴയാണ് ഇവിടെയൊക്കെ. ജലദോഷമാണ്. ചെടികളൊക്കെ മഴയത്താണ് ഇരിക്കുന്നത്. ഇതിൽ വേറിട്ടോരോ ചെടികളുണ്ട്. ഇതൊന്നും വിൽപ്പനയ്ക്കില്ല കേട്ടോ. കലയടിയങ്ങളൊന്നും വിൽപ്പനയ്ക്കില്ല. നമുക്ക് ഇനി അതൊക്കെ കുറച്ചും കൂടി തൈകളായാൽ മാത്രമേ സെയിൽ ചെയ്യാനാവൂ. ഈ പ്രാവശ്യം ഉണ്ടാവും തോന്നണില്ല. കാരണം എൻ്റെ കുറേ ഇതൊക്കെ ചീഞ്ഞു പോയി. എന്തേ പറ്റിയെന്ന് അറിയണില്ല. പിന്നെ അപ്പോൾ സെയിലിനുള്ളതെല്ലാത്തിനും വിലയും കൊടുത്ത് ഇതിലിട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക. കുറച്ച് ബിഗോണിയേൻ്റെ തൈകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. റെഡി ആയാൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ബിഗോണിയൊന്നും അത്ര പെട്ടെന്ന് വളരുന്ന ചെടിയൊന്നുമല്ല. ഒരുപാട് റിസ്ക് എടുത്താലേ വളരുള്ളൂ. നമ്മളൊക്കെ മേടിക്കുമ്പോൾ ആ ഒരു കുഞ്ഞൻ തൈക്ക് 250 ഉറുപ്പ്യൊക്കെ വെച്ചിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. ഞാൻ കൊടുക്കുന്നത് 30, 40, 50 ഇതിൻ്റെയൊക്കെ തൈകളുണ്ട്. ബിഗോണിയ ഇതിൻ്റെ കട്ടിങ് ഉണ്ട്. ഇതൊക്കെ മഴയത്ത് എത്രയോ ദിവസം നിൽക്കുന്നുണ്ട് ഇതിൻ്റെ പൂക്കളൊക്കെ. ഇതിന് 2-3 ഐറ്റംസിൻ്റെ കട്ടിങ്ങുകളുണ്ടാവും സെയിൽ. പറഞ്ഞാൽ മതി. അതൊന്നും ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല. പക്ഷേ ആവശ്യപ്പെടുകയാണെങ്കിൽ വേണ്ടവർക്ക് കട്ടിങ് തരുന്നതാവും. ഇത് നല്ല വാടാപ്പൂ കളറാണ്. ഇതിൽ കാണുന്ന പിങ്ക് അല്ല ഇത് കേട്ടോ. പിന്നെ ഇത് 5 കോംബോ ആയിട്ട് ആണ് കൊടുക്കുന്നത്. ആ യെല്ലോ കളറിന് ഞാൻ 30 രൂപയ്ക്കാണ് കൊടുത്തിരുന്നത്, 25-നൊക്കെ. അതെല്ലാം കൂടി 50 രൂപയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ എടുക്കട്ടോ. ഇപ്പോൾ ഈ റോസാപ്പൂമാരത്തെ ഈ വാട്ടർ പ്ലാന്റ് ഒരുപാട് തൈകളുണ്ട്. വേണമെങ്കിൽ വാങ്ങിക്കാം. 10 മണികളുണ്ട്. കട്ടിങ് 3-4 കട്ടിങ്ങൊക്കെ ഉണ്ടാവും. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. വേറെന്താണ്, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യുക, കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പിന്നെന്താ പറയാൻ, ഒരുപാട് ചെടികളുണ്ട്. ഒരു ചെടിയൊന്നും ഇല്ലാത്ത ആളുകൾക്കാണ് ഏറ്റവും പ്രയോജനപ്പെടുക ഈ ചെടി കൊണ്ട്. ഇത് ഈ വൈറ്റിൻ്റെയും പിങ്കിൻ്റെയും ചെടിയാണുള്ളത്. റെഡ് കുറച്ച് തൈയുള്ളൂ. യെല്ലോ കളറ് തീരെ ഇല്ല. ഞങ്ങൾക്ക് പിടിച്ചായി വന്നിട്ട് വേണം. ഇതൊന്നും ഒരു കാലവർഷമില്ലാതെ എല്ലാ കാലത്തും പൂക്കൾ തരുന്ന ചെടികളാണ് ഇതൊക്കെ കേട്ടോ. ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും. ഇത് നിറഞ്ഞ് പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്. പിന്നെ മറ്റെന്താണ് ഇനി പറയാനുള്ളത്, എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട്. പ്ലീസ് ഒന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓരോരോ ലൈക്കും തരും. എത്ര ആൾക്കാർ കാണുന്നുണ്ട്. നമുക്ക് ആകെ ഒരു 10, 20, 25 ലൈക്ക് ഉണ്ടാവും. ഇതൊന്നും കുത്തിപ്പിടിപ്പിക്കാൻ ടൈമില്ല. 10 രൂപയ്ക്കാണ് ഇതിൻ്റെ കട്ടിങ്ങൊക്കെ ഞാൻ കൊടുക്കുന്നത്.
ഇതിൻ്റെ തൈ തന്നെയാണ് കേട്ടോ, റൂട്ടുള്ള തൈ തന്നെയാണ്. പിന്നെ മദർ പ്ലാന്റ് ഇതിൽ കൊടുക്കുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അതൊന്നും ശരിക്കും എടുത്ത് വയ്ക്കാനും കൂടി പറ്റിയിട്ടില്ല. എന്തായാലും നല്ല ഭംഗിയാണിത് വെയിലത്ത് വെച്ചാൽ ചെടി കാണാൻ. ഇതും ഫുൾ പോട്ടാണ്. ഇതിൻ്റെ തൈകളുണ്ട്, ചെറിയ വിലയ്ക്കാണ്. ആ കവറ് കാണിക്കുന്നല്ല, ഇതിനേക്കാളും വലുപ്പമുണ്ട് കേട്ടോ തൈ. ഇതിന് ഫുൾ പോട്ട് കാണിച്ചാൽ അതിൻ്റെ ഒരു സൈസ് കാണാമല്ലോ. വീഡിയോ ഇനി ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഫുള്ളായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് ഏതൊക്കെ എങ്ങനത്തൊക്കെ ചെടിയാണെന്നുള്ളതൊക്കെ അറിയുള്ളൂ. പിന്നെ കോമ്പോയിലിട്ടിരിക്കുന്നത് ഇനി ഒന്ന് ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഇപ്പോൾ യെല്ലോ ഗ്രൗണ്ട് ഓർക്കിഡ് കഴിഞ്ഞിരിക്കുന്നു. ഒരു വൈറ്റ് വന്നിട്ടുണ്ട്, യെല്ലോ ഉള്ളത് കുറച്ചുള്ളൂ. ഇത് വലിയ തൈയാട്ടത്, ചെറുതല്ല. ഇതിൽ കാണിക്കുന്ന തൈകളല്ല, ഇത് നട്ടുപിടിപ്പിച്ച അന്നേരത്തെ. യെല്ലോ ഗ്രൗണ്ട് ഓർക്കിഡ് ഇനി ഇപ്പം അടുത്ത സെയിലിനൊന്നും ഉണ്ടാവില്ല, ഇനി കായ് വന്നിട്ട് കാണോ. നല്ല ഭംഗിയിൽ 2 യെല്ലോ ഉണ്ട്, 2 ഇല്ല, ആയിട്ടില്ല ഇനി സെയിൽ ചെയ്യാൻ. പിന്നെ കുറച്ച് ബിങ്കാ റോസിൻ്റെ പൂക്കളൊക്കെ ഉണ്ട് അതിൽ കാണിക്കുന്നത്. അതിൻ്റെയൊക്കെ തൈകളുണ്ടെന്ന് ആയിട്ടില്ല, സെയിലിനായിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ. നമുക്ക് ഈ ചെടി വാങ്ങിയാലെങ്കിലും കമൻ്റ് ഇടുകയാണെങ്കിൽ എത്രയോ ആൾക്കാരുടെ ചെടി വാങ്ങിയിട്ടുണ്ട്. ഈ ചെടി വാങ്ങിയവരെങ്കിലും അതിൻ്റെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒന്നിടാൻ ഞാൻ അഭ്യർത്ഥിക്കാം. അന്നെങ്കിലേ മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ ഞാൻ തരുന്ന ചെടി എങ്ങനെയുണ്ട്, വലിപ്പമുണ്ടാകുന്നു. ഈ 25 രൂപയ്ക്കും 10 രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന ചെടി എത്ര ഉണ്ട് എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ ഒരു കമൻ്റ് ഇട്ടാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇതൊരു തൈക്കാണ് 25 രൂപ കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ളൊരു തൈയാവും. എന്നാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ.